കണ്ണൂർ പിലാത്തറയിൽ മകളുടെ ചികിത്സയ്ക്ക് ധനസഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോയിൽ QR കോഡ് മാറ്റി തട്ടിപ്പ്. പിലാത്തറ സ്വദേശി KP സജിനയ്ക്കും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ. ചികിത്സയ്ക്കായി പലിശയ്ക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സഹായം അഭ്യർത്ഥിച്ചുള്ള വീഡിയോയാണ് ദുരുപയോഗം ചെയ്തത്. എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ അത്രക്കും മരണത്തിന്റെ വക്കിലുള്ളത്. ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ മോള് ജോലിയെല്ലാം കണ്ടിട്ട് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒന്ന് സഹായിക്കണേ. പഠിച്ചോനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോയിൽ വരാനുള്ള അവസരം നിങ്ങൾ ഒരിക്കലും റബ്ബേ. മരണത്തിന്റെ വക്കിലുള്ളത്. ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ മോള് ജോലിയെല്ലാം കണ്ടിട്ട് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ എന്നൊന്ന് ദയവായി സഹായിക്കണം. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്. എനിക്കിപ്പോൾ ജോലി കിട്ടാൻ ഇനി 2 വർഷം എടുക്കും. ഗൂഗിൾ പേയുടെ കോഡ് മാറ്റിയാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നും പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടെന്നും സജിന പറഞ്ഞു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചാറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളെ സർജറി സംബന്ധമായിട്ട് എനിക്ക് 30 ലക്ഷം രൂപയോളം കടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് എനിക്ക് അവർ വീഡിയോ ചെയ്ത ആൾ അയച്ചെന്നതിൽ എനിക്കത് ഫേക്കാന്ന് തോന്നി. കാരണം അവർ ചാറ്റ് ചെയ്ത അവരെ മുഖവും ഇല്ല. അതിൽ നിന്ന് അവർ എല്ലാവരെയും വെട്ടിമാറ്റിയിട്ടാണ് എന്നെ എൻ്റെ മോളെയും മാത്രം വെച്ചിട്ട് അവരെ സ്കാനർ വെച്ചിട്ട് ഇത്രയും പൈസ അവർ ഇതാക്കിയത്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിപ്പോയി. കാരണം ഞങ്ങൾ അത്രയും ദുരിതാവസ്ഥയിൽ നിന്നാണ് ഞങ്ങൾ കരകയറാൻ വേണ്ടി ഇത് ചെയ്തത്. ഞാൻ എന്നിട്ട് ആ സ്കാനറിൽ അടിച്ചു നോക്കി പൈസ എനിക്ക് തന്നെയാണോ വീഴുന്നത്. അപ്പോഴത്തേക്ക് എനിക്കല്ല വീഴുന്നത്. നൂറാൻ ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ് എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നത്. നിഖിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നിഖിലെ, ഒരു മനുഷ്യർ അവരുടെ ദുരവസ്ഥ പറഞ്ഞ് മറ്റു മനുഷ്യരുടെ കനിവ് തൊടുമ്പോൾ അതിലെയും പറ്റിക്കാൻ, അതിലും തട്ടിപ്പ് നടത്താൻ വേറെ കുറെ ആളുകളും. തീർച്ചയായും ചെയ്തു. എന്ത് തരം മനുഷ്യരാണെന്ന് ചോദിച്ചു പോകുന്ന സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ സംഭവങ്ങളിലേക്ക് വന്നാൽ മെയ് മാസത്തിലാണ് ഇത്തരത്തിൽ ഈ സജിന ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ സാഹചര്യം, സജിനയുടെ മകൾ റിസ്വാന ജന്മന അസുഖം ബാധിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നിലവിലിപ്പോൾ ഈ എല്ലുകളൊക്കെ മുറിച്ച് മാറ്റി പകരം സ്റ്റീൽ ഉപയോഗിച്ച് അതിൻ്റെ ശസ്ത്രക്രിയകളൊക്കെ നടത്തിയാണ് അത്യാവശ്യം നടക്കുന്നൊരു വിധത്തിലേക്ക് എത്തിയത്. ഈ ചികിത്സയുടെ ഭാഗമായി 30 ലക്ഷം രൂപ ഇതുവരെ ചെലവായിട്ടുണ്ടായിരുന്നു. അത് ഈ ബാങ്ക് ലോൺ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമൊക്കെയാണ് ആ പൈസ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പണം തിരികെ ചോദിച്ച് ഈ കടം നൽകിയ ആളുകൾ വരാൻ തുടങ്ങി. പലരും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല ആളുകളിൽ നിന്നും സംസാരം വരാൻ തുടങ്ങി. ഇതൊക്കെ ആയപ്പോഴാണ് മറ്റൊരു വഴിയില്ലാതെ ഇങ്ങനൊരു ചാരിറ്റി വീഡിയോ ചെയ്ത് ധനസമാഹരണം നടത്താം എന്നൊരു ആശയത്തിലേക്ക് സജിന എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് മാസത്തിൽ ഈ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ ആകുമ്പോഴേക്കും 22 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള ഒരു 8 ലക്ഷം രൂപ കൂടി നല്ല മനസ്സുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ലഭിച്ചാൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ഈ പറയുന്ന വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് ഒരു ജോലി എന്തെങ്കിലും കണ്ടെത്തി വീടിൻ്റെ വാടക നൽകി ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോ, അതായത് സജിനയും മകളും തങ്ങളുടെ ദുരവസ്ഥ പറയുകയും നല്ല മനുഷ്യർ സഹായിക്കണം, മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് എന്ന് നിസ്സഹായരായി പറയുകയും ചെയ്യുന്ന ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിലെ ഗൂഗിൾ പേയുടെ സ്കാനർ അത് മാറ്റി മറ്റൊരു അക്കൗണ്ടിൻ്റെ സ്കാനർ അതിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. നൂറാൻ എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ID-കളിലൂടെയാണ് ഇത് പ്രചരിക്കുന്നതായി സജിനയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സജിന ഏതായാലും ഇക്കാര്യത്തിൽ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 8 ലക്ഷം രൂപ കൂടി കിട്ടിയാൽ തൻ്റെ കടം വീട്ടാനാവും, തനിക്ക് സമാധാനത്തോടെ ജീവിക്കാനാവും എന്ന കാര്യത്തിൽ ആ ചിന്തയിൽ നിൽക്കുകയായിരുന്നു. മാത്രമല്ല ഈ മകൾ റിസ്വാന ചിത്രകലയിൽ വലിയ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് അക്കാദമിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കടം വീട്ടിക്കഴിഞ്ഞാൽ മകളുടെ നല്ല ഭാവിയൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുകയായിരുന്നു. ഇതിലിപ്പോൾ സജിനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സങ്കടമായി അവർ പറയുന്നത് സ്വന്തം മകളുടെ ദുരിതം, ആ ദുരിതത്തിൻ്റെ മുകളിലുണ്ടായ കടം അത് തീർക്കുന്നതിന് വേണ്ടി താൻ ചെയ്ത ഒരു ചാരിറ്റി വീഡിയോ ആണ്. ആ വീഡിയോ ഉപയോഗിച്ച് ആരോ ഒരാൾ നാട്ടുകാരെ പറ്റിച്ച് പണമുണ്ടാക്കുന്നു എന്നൊരു സങ്കടം കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്.
ഏതായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ നേരിട്ട് ഇടപെട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി നിഖിലേ, ശരി. എന്തുതരം മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നേ. ഒരാള് സങ്കടപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ യാചിക്കുകയാണ്, തനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് സഹായിക്കണം. അതൊക്കെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് അല്ലേ. നമ്മുടെ മുഴുവൻ നിസ്സഹായരായി പോകുമ്പോഴാണ് ആരെങ്കിലും സഹായിച്ച് കുറച്ച് നാളെങ്കിലും ജീവിക്കാമെന്നൊക്കെ നമ്മൾ കരുതുന്ന ഒരു മൊമെന്റ്. അതിൽ പോലും ആ നിസ്സഹായ അവസ്ഥയെ പോലും മുതലെടുക്കാനും അതിലും കളവും പറ്റിപ്പോക്കെ നടത്താനും ശ്രമിക്കുന്ന മറ്റു കുറേ ആളുകളും. പോലീസ് അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികൾ എത്രയും വേഗം കണ്ടെത്തട്ടെ.